നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. PACL ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മറവിൽ തവണകളായി പണം പിരിച്ച് കാലാവധി കഴിഞ്ഞ് 10 വർഷത്തോളമായിട്ടും പണം തിരികെ നൽകിയില്ലെന്ന് പരാതി. ചോക്കാട് മരുതങ്കാട് ഭാഗത്താണ് നിരവധി പേരെ കബളിപ്പിച്ചതായി പരാതിയുള്ളത്. സംസ്ഥാനത്തുടനീളം 5 ലക്ഷത്തിലധികം വരുന്ന ആളുകളെ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ടെന്നാണ് വിവരം. മമ്പാട്ടുമുല പോസ്റ്റ്മാൻ, ചോക്കാട് വനിതാ ബാങ്കിലെ ജീവനക്കാരി എന്നിവരാണ് ഏജന്റുമാർ. ഇവയെ കൂടാതെ മറ്റ് നിരവധി ആളുകളും PACL കമ്പനിയുടെ ഏജന്റുമാരായുണ്ട്. കൂലിപ്പണിക്കാരായ ആളുകളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഉൾപ്പെടെ വലിയൊരു വിഭാഗം ജനതയെയാണ് PACL എന്ന കമ്പനിയുടെ മറവിൽ നടത്തിയ ഇടപാടുകളിൽ പറ്റിച്ചിട്ടുള്ളത്. വിവിധ സ്കീമുകളിൽ തവണകളായി 5 വർഷത്തെ കാലയളവിലാണ് തുക പിരിച്ചെടുത്തത്. ചിലർ 5 വർഷം കഴിഞ്ഞിട്ടും പദ്ധതിയിൽ നിക്ഷേപിച്ചവരുമുണ്ട്. കമ്പനിയുടെ വിശ്വാസം നേടിയെടുക്കുന്നതിനായി ആദ്യമെല്ലാം കാലാവധി കഴിഞ്ഞവർക്ക് പണം നൽകിയിരുന്നു. എന്നാൽ പിന്നീട് നിരവധി പേർക്കാണ് പണം നൽകാനുള്ളത്. ഉടൻ പണം തിരികെ നൽകുമെന്ന് പറഞ്ഞാണ് ഇപ്പോഴും പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ചിരിക്കുന്നത്. പോസ്റ്റ്മാനും പറഞ്ഞു, ഇങ്ങനെ മാസം മാസം കുറച്ച് പൈസ അടിച്ചാൽ 10,000 റുപ്യ 5 കൊല്ലത്തിന് 15,000 റുപ്യ വെച്ച് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളെ പേരിൽ സ്ഥലം എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൂട്ടി. മാസം മാസം മൂപ്പര് വന്ന് പൈസ വിരിച്ചുകൊണ്ട് അതിന് റെസിറ്റും തന്നുകൊണ്ട് മൂപ്പര് പോകും. അതവിടെ എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഇത് 2009 തൊട്ട് ഞാൻ അത് ചേർന്നത്. 2015 ജനുവരിയാണ് ഇത് അവസാനിച്ചത്. അതുവരെ ഇത് തുടർച്ചയായിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് ഒരു അടുത്ത കൊല്ലം കിട്ടും എന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞിട്ട് മൂപ്പരോട് എന്തതിൻ്റെ വർത്താനം സത്യയുടെ പൈസൻ്റെ പേരൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതെ ഇപ്പോൾ കേസിൽ ഇപ്പോൾ ഭരണം മാറിയതുകൊണ്ട് കേസിൽ കിടക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ചേർത്തപ്പോൾ ഇതൊന്നും അല്ലല്ലോ നിങ്ങൾ പറഞ്ഞിരുന്നത്, കേസും മറ്റതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇനി ഞങ്ങളെ പൈസ നിങ്ങൾ തന്നോണ്ടി, അല്ല ഓല് തരുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നോണ്ടി എന്ന് പറഞ്ഞു. ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ പറ്റ ഇടങ്ങാറായ സമയത്താണ് ഞാൻ അതിൽ ചേർന്നത്. ₹1 കിട്ടാൻ പറ്റില്ലേന്ന് ഞാൻ ഈ ഇറുക്കി പിടിച്ച് 160 ഉറുപ്പ്യാണ് പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര പണിയായിരുന്നു. അന്ന് ഞാൻ അതിൽ അങ്ങനെ ചേർന്നു. 5 കൊല്ലം അടച്ചും ചെയ്തു. ഇതുവരെ ഇപ്പോൾ 10 കൊല്ലം ആകാനായി. ഇതുവരെ 10 പൈസ കിട്ടിയിട്ടില്ല. അതിനൊരു വിവരമല്ല. മൂപ്പര് കിട്ടും എന്നിങ്ങനെ പറയും. മൂപ്പര് ഇപ്പോൾ കാണുമ്പോൾ ഉണ്ടും കൂടി ഇല്ല. അങ്ങോട്ടും തിരിഞ്ഞു നോക്കാതെ പോകും. എന്നൊരു കമ്പനി, ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ഇങ്ങനെ ഒരു കുറി, ഒരടവ് പോസ്റ്റ്മാൻ വന്ന് പറഞ്ഞു. നമ്മളതിൽ ചേർന്നു. 2009 ജനുവരിയിലാണ് ചേർന്നത്. മാസത്തിൽ 330 രൂപ വെച്ച് 2014 ഡിസംബർ മാസത്തിൽ പൂർത്തിയായി. 72 അടവ് അടച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേരിൽ ചെറിയൊരു സ്ഥലം എവിടെയോ വാങ്ങിയിടും, അത് വിൽക്കും, അതിന് വലിയൊരു ലാഭം കിട്ടുമെന്ന് പറഞ്ഞിട്ടൊരു കച്ചവടം നിലക്കാണ് നമ്മൾ ചേരുന്നത്. പലിശയൊന്നും അല്ല, ഒരു കച്ചവടമാണ് ചേർന്നതാണ്. പക്ഷേ അതിന് ശേഷം പിന്നെ സർക്കാരൊക്കെ മാറി. അപ്പോൾ കമ്പനി പൂട്ടിപ്പോയിട്ടുണ്ട്. ഇനി ഭരണമൊക്കെ മാറുമ്പോൾ ശരിയാവുമെന്ന പ്രതീക്ഷയിൽ ഇത്രയും കാലം എവിടെയും പരാതിപ്പെട്ടിട്ടൊന്നുമില്ല. ആളുകൾ നൽകുന്ന പണത്തിന് തുല്യമായ സംഖ്യക്ക് സ്ഥലം വാങ്ങുകയും ആ സ്ഥലം വലിയ തുകയ്ക്ക് വിൽപ്പന നടത്തുകയും ഇതിന്റെ ലാഭം ഉൾപ്പെടെ തിരിച്ചു നൽകുമെന്നും പറഞ്ഞാണ് പലരിൽ നിന്നും പണം പിരിച്ചെടുത്തത്. കൂലിത്തൊഴിലാളികളായ പലരും ഏറെ പ്രയാസപ്പെട്ടാണ് ഓരോ മാസവും വലിയ തുക അടച്ചത്. എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും അടച്ച കാശ് പോലും തിരികെ നൽകിയിട്ടില്ല. കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ പാവപ്പെട്ടവരിൽ നിന്നും കമ്പനി പിരിച്ചെടുത്തിട്ടുള്ളത്. കുറച്ചുപേർ മാത്രമാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. 100 കണക്കിന് ആളുകളാണ് ചോക്കാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുപോലെ വഞ്ചിതരായിട്ടുള്ളത്. രാജസ്ഥാനിലെ ജയ്പൂർ ആസ്ഥാനമായിട്ടാണ് PACL പ്രവർത്തിക്കുന്നത്. ഡൽഹിയിൽ കോർപ്പറേറ്റ് ഓഫീസുമുണ്ട്. കേരളത്തിൽ കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ഓഫീസുണ്ടെന്ന് പരാതിക്കാർ പറയുന്നു. എറണാകുളത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു 5 കൊല്ലങ്ങൾ പൈസ അടച്ചാൽ മതി പറഞ്ഞു. 5 കൊല്ലം ഞാൻ പൈസ അടച്ചു. പിന്നെ എത്ര അടക്കേണ്ടത്? 450 450 റുപ്യ അടച്ചാൽ ഞങ്ങൾക്ക് കൊല്ലത്തിന് 1 ലക്ഷം റുപ്യ ഉണ്ടാവും. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കൂട്ടി തീരെ. പിന്നെ അവളൊരു വർത്താനമല്ല. ഞാൻ പോലോടൊക്കെ ചോദിച്ചുമ്പോൾ ഓല് പറയും, ഇപ്പോൾ ചെറിയ ആൾക്കാരുടെ സംഖ്യയൊക്കെ വീട്ടിലുണ്ട്, വലിയ ആൾക്കാരുടെ പിന്നെ തരും അങ്ങനെ കൊല്ലങ്ങളിൽ നിങ്ങളെ പൈസ കിട്ടും എന്ന് പറയും. ഞാൻ കുറേ ചോദിച്ചും കൊണ്ട് നടന്നു. ചോദിച്ചാലും ഒരേക്കൊന്നും പിന്നെ കിട്ടണില്ല. അതുപോലെ അതന്നെ പറഞ്ഞത്. ഇപ്പോൾ പൈസ തരും അത് സ്ഥലം വിറ്റിട്ട് കുറച്ചാൾക്ക് കൊടുക്കുകയാണ്, മറ്റവർക്ക് കൊടുക്കുകയാണ്, മറിച്ചവർക്ക് തോനെ സംഖ്യയിൽ വലുത് അവസാനമാണ് തരാറുണ്ട്. പിന്നെ ഓല് പറഞ്ഞു ചുവപ്പ് കല്ലാമൂല അർഷായി കൊണ്ടുപോയി കൊടുത്താൽ മതി, അവിടെ കൊണ്ടുപോയി കൊടുത്താൽ തരും എന്ന് പറഞ്ഞു. എല്ലാ രസീറ്റും എല്ലാ കാർഡും അവിടെ അവിടെ കൊണ്ടുപോയി അടച്ച് ഞാൻ അവിടെ അടച്ചിട്ടും പിന്നെ ഒരു എന്നിട്ട് അവരോട് ചോദിച്ചുമ്പോൾ ഓല് പറയാം കിട്ടും എന്ന് പറയും. പിന്നെ ഒരു വർത്താനം ഓലെടുത്തില്ല. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.